ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 33-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ നോമ്പ് നമ്മെ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും വിശുദ്ധിയിലേക്കും നീതിയിലേക്കും ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കടക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവചന പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആട്ടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ കഷ്ടമനുഭവിക്കുന്ന ദേവദാസനായി യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകം 53-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അതിൻ്റെ ഒരംശം മാത്രമേ മേൽ ഉദ്ധരിച്ചിട്ടുള്ളൂ. കഷ്ടാനുഭവം എന്ന വലിയ വിഷയത്തെ ഒരു ചെറിയ പ്രഭാഷണത്തിൽ കൈകാര്യം ചെയ്യുക സാധ്യമല്ല. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും അളവിലും രീതിയിലും പ്രസക്തവും പ്രയാസവും ഉളവാക്കുന്നതുമായ ഈ പ്രശ്നത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ചുരുക്കമായി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഷ്ടാനുഭവം മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും ഘടനയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എത്ര പുരോഗമിച്ചിട്ടും ജീവിതത്തിൽ നിന്ന് കഷ്ടാനുഭവം ഒഴിവാക്കാൻ അവന് കഴിയുന്നില്ല. വൈദ്യശാസ്ത്രം പല രോഗങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പഴയ രോഗങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ പുതിയ രോഗങ്ങൾ തലപൊക്കുന്നു. ചില പഴയ രോഗങ്ങൾ അജേയമായി അവശേഷിക്കുകയും ചെയ്യുന്നു. മരണമെന്ന മഹാവിപത്തിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയുന്നതുമില്ല. അത് അകാലത്തിലും അവിചാരിതമായും ആരെയും പിടികൂടുന്നു. അത്യാഹിതങ്ങൾ മൂലമുള്ള ആജീവനാന്ത അംഗവൈകല്യവും അപകടമരണവും സാധാരണ സംഭവമായിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുന്നു. പട്ടിണിയും യുദ്ധങ്ങളും അക്രമങ്ങളും ലോകത്തിലെ ജനസംഖ്യയുടെ ഒരു നല്ല വിഭാഗത്തെ നശിപ്പിക്കുന്നു. നിരപരാധികൾ കഷ്ടമനുഭവിക്കുന്ന കാഴ്ചയും വിരളമല്ല. സ്വന്തം അനുഭവവും പ്രിയപ്പെട്ടവരുടെ അനുഭവവും വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ നീതി എവിടെയെന്ന് ചോദിക്കുന്നവർ അനേകരുണ്ട്. ദൈവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതി എവിടെ? സ്നേഹം എവിടെ? ഈ ദൃശ്യ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കാത്ത ദൈവവിശ്വാസം പാടെ ഉപേക്ഷിക്കുന്നവരും ചുരുക്കമല്ല. ഏതായാലും കഷ്ടാനുഭവം എന്ന യാഥാർത്ഥ്യത്തോട് ബുദ്ധിപരമായും ആത്മീയമായും ഒരു മൽപ്പിടുത്തം തന്നെ ആവശ്യമാണ്. ക്രിസ്തീയമായ ഈ സമീപനം ഈ പ്രശ്നത്തിന്മേൽ അല്പമായിട്ടെങ്കിലും വെളിച്ചം വീശുമോ എന്ന് നോക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം മറ്റു മനുഷ്യരുടെ സ്ഥാനത്തിൽ നിന്നുകൊണ്ടും അവർക്ക് വേണ്ടിയുള്ളതുമായിരുന്നു. കഷ്ടാനുഭവത്തിൽ കൂടി ഒരു ശുശ്രൂഷ നിറവേറ്റുകയായിരുന്നു ക്രിസ്തു ചെയ്തത്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സേവനം ആവശ്യമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. എന്നാൽ മനുഷ്യന് കഷ്ടമനുഭവിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള പ്രശ്നം ഉദിക്കുന്നു. പൗലോസ് ശ്ലീഹായുടെ ഒരു വചനം ഈ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ണങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. കൊലോസ്യർ 1:24. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവമാകുന്ന ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ പദവിയും ആവശ്യവുമാണ്. വലിയ ഭാരങ്ങൾ വഹിച്ച് വിഷമിക്കുന്നവരും നിരാശപ്പെടുന്നവരുമായ ചിലർ ചോദിച്ചേക്കാം, എനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഞാൻ ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രവാനായോ? അതിനുള്ളത്രം അപ്രീതിക്കല്ല, പ്രീതിക്കത്രേ നിങ്ങൾ പാത്രവാനായത് എന്നത്രേ. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിൽ പങ്കാളികളായിരുന്നതിനേക്കാൾ വലിയ സേവനമോ പദവിയോ ഇല്ല.
അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയത്ര വേണ്ടത്. മനുഷ്യകുലം ഒരുമിച്ച് കഷ്ടം അനുഭവിക്കുന്നു. ഓരോ വ്യക്തിയുടെയും കഷ്ടാനുഭവം മനുഷ്യകുലത്തിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ മറ്റൊരാളായിരിക്കാം അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. മറ്റുള്ളവർ സമ്പാദിച്ച അനുഗ്രഹങ്ങൾ നാം സൗജന്യമായി അനുഭവിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലവും നാം അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരാളുടെ പാപങ്ങളെ ചുമന്നൊഴിക്കാൻ മറ്റുള്ളവരുടെ പാപങ്ങളെയും ചുമന്നൊഴിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ഒരർത്ഥത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കഷ്ടാനുഭവത്താൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ പൂരിപ്പിക്കുന്നു. ഇതൊരു വലിയ രഹസ്യമാണ്, വലിയ യാഥാർത്ഥ്യവുമാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പുത്രൻ പിതാവിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി സഹകരിച്ച് ആ ഉദ്ദേശങ്ങളെ നിറവേറ്റി. നമ്മുടെ ജീവിതത്തിലും നീതിരഹിതമെന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ടാകാം. യേശുക്രിസ്തുവിൻ്റെ മാതൃക മനസ്സിലാക്കുകയോ സ്നേഹം അറിയുകയോ ചെയ്യാത്തവർ കഷ്ടാനുഭവത്തിൻ്റെ വിലയോ സ്ഥാനമോ അംഗീകരിക്കുകയില്ല. ഒരു ക്രിസ്ത്യാനിക്ക് കഷ്ടാനുഭവത്തോടുള്ള സമീപനം കേവലം ലൗകികരായ മനുഷ്യരുടേതിൽ നിന്ന് വിഭിന്നമായിരിക്കണം. കഷ്ടാനുഭവത്തിൽ നിന്ന് നന്മ വരുത്തുവാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി. വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ആദരിക്കുന്ന പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. എന്നാൽ വിശുദ്ധന്മാരുടെ പ്രധാന സാക്ഷ്യമുദ്ര കഷ്ടാനുഭവമാണ്. കഷ്ടം അനുഭവിക്കുന്നവരെ യാതൊരുത്തരെയും വിശുദ്ധർ എന്ന് വിളിക്കരുത് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നമ്മുടെ സാധാരണ ചിന്തയിൽ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ കഷ്ടാനുഭവം ഉൾപ്പെടാറില്ല. നമ്മുടെ കർത്താവ് പോലും കഷ്ടാനുഭവം വഴിയായിട്ടാണ് അനുസരണം പഠിച്ചത്. നമുക്കും വിശുദ്ധിയിൽ വളരാനും നമ്മുടെ ജീവിതം സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹോദ്ദേശങ്ങളെ നിറവേറ്റുവാനും കഷ്ടാനുഭവം ഒഴിച്ചുകൂടാത്തതുമാണ്. ജീവിതത്തെ സുഖാനുഭവത്തിനുള്ള ഒരവസരമായി മാത്രം കരുതുന്ന ജീവിത വീക്ഷണം ക്രിസ്തീയമല്ല. സമൃദ്ധിയും സുഭിക്ഷതയും സുഖസാമഗ്രികളും പണങ്ങളും പ്രതാപവും വലിയ വീടും വിലപ്പെട്ട സജ്ജീകരണങ്ങളും ഒന്നുമല്ല ജീവിതത്തെ ധന്യമാക്കുന്നത്. അവയിൽ മിതത്വം പാലിക്കുവാൻ ക്രിസ്ത്യാനി പഠിക്കണം. സമസൃഷ്ടി സ്നേഹത്തിനും ഔദാര്യത്തിനും സർവോപരി ദൈവസ്നേഹത്തിനും സ്ഥാനമുള്ള ഒരു വിശാല ഹൃദയമാണ് ക്രിസ്ത്യാനിക്ക് ആവശ്യം. അതില്ലെങ്കിൽ കഷ്ടാനുഭവമോ ലളിത ജീവിതമോ അനുഗ്രഹപ്രദമാകണമെന്നില്ല. ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ദൈവം അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവയിൽ നിന്ന് ദൈവഹൃദയ പ്രകാരമുള്ള നന്മ വരുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം സ്വീകരിച്ചിട്ടുള്ളതും സ്വമേധയാ തിരഞ്ഞെടുത്തിട്ടുള്ളതുമായ കഷ്ടതകളെയും കുറവുകളെയും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതിനെ പൂരിപ്പിക്കാനുള്ള ഉപാധികളും പദവിയുമായി പരിഗണിക്കാമോ? കുരിശ് വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.